അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. ഇംഗ്ലണ്ടിനെ ഫൈനലിൽ 100 റൺസിന് തകർത്ത 6ാം ലോക കിരീടം. 175 റൺസ് അടിച്ച കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശിയാണ് വിജയശില്പി. 411 റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ട് 311-ന് ഓൾ ഔട്ടായി. മനീഷ് ഐഷ മാത്യു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പമുണ്ട്. വൈഭവിനെ കുറിച്ചും ഇന്ത്യയുടെ ഈ കിരീട നേട്ടത്തെക്കുറിച്ചും പറയാം മനീഷ്. ആനന്ദ്, ഇന്ത്യയുടെ 6ാമത്തെ കിരീടമാണ്. മുഹമ്മദ് കൈഫും വിരാട് കോഹ്ലിയും പൃഥ്വി ഷായും ഒക്കെ സ്വന്തമാക്കിയ കിരീടം ആയുഷ് മാത്രയും കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. മത്സരത്തിലുടനീളം ഇന്ത്യയുടെ ആധിപത്യമാണ് കാണാൻ കഴിഞ്ഞത്. അത് ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ചത് മുതൽ ആദ്യ ഓവറുകളിൽ ഒരു വിക്കറ്റ് നഷ്ടമായെങ്കിൽ പോലും പിന്നീട് വൈഭവ് സൂര്യവംശി നടത്തിയ അതിഗംഭീര പ്രകടനം. 55 ബോളുകളിൽ സെഞ്ചുറി നേടുന്നു, 80 ബോളുകളിൽ 175 റൺസുമായി പുറത്താകുന്നു. അങ്ങനെ തുടക്കം മുതൽ ഇന്ത്യ ഈ മത്സരത്തിൽ പൂർണ്ണ ആധിപത്യം പുലർത്തുന്നതാണ് കണ്ടത്. പിന്നീട് വൈഭവിൻ്റെ അതേ ഒരു വൈഭവ് തന്ന തുടക്കം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഇന്ത്യക്ക് ഇടയ്ക്കൊരു ഭാഗത്ത് കുറച്ച് വിക്കറ്റുകൾ പോയെങ്കിൽ പോലും 411 എന്ന് പറയുന്നൊരു ഭീമമായ സ്കോറിലേക്ക് ഇന്ത്യ എത്തുന്നു. അപ്പോൾ തന്നെ ഇന്ത്യ ഒരു വിജയം മണത്തിരുന്നു, അല്ലെങ്കിൽ ഒരു 6ാം കിരീടം ഇന്ത്യ ഏകദേശം ഉറപ്പിച്ചിരുന്നു. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറാത്ത തരത്തിൽ തന്നെയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെയും പോരാട്ടം. തുടക്കത്തിൽ അവർക്ക് വിക്കറ്റുകൾ പോയി, വലിയ പാർട്ണർഷിപ്പുകളൊക്കെ അവർക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ 177 എടുക്കുമ്പോഴേക്കും 7 വിക്കറ്റുകൾ പോയ അവർ പിന്നീട് ശക്തമായ രീതിയിൽ തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. മാത്യു ഫാൽഗോണിന്റെ സെഞ്ചുറി, അധികൃത സെഞ്ചുറി ഒരു ഘട്ടത്തിൽ ഇംഗ്ലണ്ടിന് ഒരു തിരിച്ചുവരവ് എന്നുള്ളൊരു പ്രതീക്ഷ നൽകി. എന്തായാലും ഏറ്റവും ഒടുവിൽ 311 എന്ന് പറയുന്ന സ്കോറിന് ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെ പുറത്താക്കാൻ കഴിഞ്ഞു. അങ്ങനെ 100 റൺസിന്റെ ഒരു കൂറ്റം ജയം ഇന്ത്യ സിംബാബ്വേയിലെ ഹരാരയിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ 6ാമത്തെ അണ്ടർ-19 കിരീടമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയുഷ് മാത്ര വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമാണ്. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായിട്ടുള്ള ആയുഷ് മാത്രയിൽ വലിയ പ്രതീക്ഷ ഇന്ത്യൻ ക്രിക്കറ്റിനുണ്ട്. അങ്ങനെ ആയുഷ് മാത്രയുടെ നേതൃത്വത്തിൽ നായകത്വത്തിൽ ഇന്ത്യ ഒരു കിരീടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും നിർണായകമായത് വൈഭവ് സൂര്യവംശിയുടെ 80 പന്തുകളിലെ 175 റൺസാണ്. നിരവധി റെക്കോർഡുകളാണ് ആ ഒരൊറ്റ ഇന്നിംഗ്സ് കൊണ്ട് കടപുഴകിയത്. വൈഭവിനെ സംബന്ധിച്ചിടത്തോളം കേവലം 14 വയസ്സ് മാത്രമാണ് പ്രായം. ഈ 14ാം വയസ്സിൽ ഒരു ലോകകപ്പിന്റെ ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അങ്ങനെ അണ്ടർ-19 ഒരു ഫൈനലിൽ ഒരു വ്യക്തിഗത സ്കോർ, ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ, അങ്ങനെ നിരവധി റെക്കോർഡുകളാണ് വൈഭവ് സ്വന്തമാക്കുകയും ചെയ്തത്. എന്തായാലും കൗമാര പട ഇന്ത്യക്ക് ഒരു 6ാം കിരീടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനിയും ഇതൊരു പ്രതീക്ഷ കൂടിയാണ്. കാരണം വരും കാലങ്ങളിൽ, വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് സുരക്ഷിതമാണ് എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ഈ ലോകകപ്പ് നൽകുന്നത്. നമ്മൾ പലപ്പോഴും പല രാജ്യങ്ങളും ഇപ്പോൾ ഫോമില്ലാതെ പതറുന്നൊക്കെ കണ്ടിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു സാഹചര്യം ഇന്ത്യക്ക് ഒരിക്കലും ഉണ്ടാകില്ല എന്നൊരു ബോധ്യം കൂടിയാണ് ഈ ലോകകപ്പ് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഹരാരയിൽ നിന്ന് 6ാമത്തെ കിരീടം കൊണ്ടായിരിക്കും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുക. 6ാമത്തെ കിരീടം കൊണ്ടാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. ശരി മനീഷ്, വ്യക്തമാണ് എല്ലാ കാര്യങ്ങളും. ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ പ്രതീക്ഷകളാണ് ഈ അണ്ടർ-19 ലോകകപ്പ് ടീം സമ്മാനിക്കുന്നത്.